ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ബട്ടർ ചിക്കൻ. അതെങ്ങനെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. നമ്മൾ അതിനായി ഇവിടെ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായി കുഴച്ച് മിക്സാക്കി ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം വേണം നമ്മളിത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതിനായി നമ്മളിവിടെ ഒരു ട്രൈ പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ നല്ല മെൽട്ടായതിന് ശേഷം വേണം നമ്മളിത് ചിക്കൻ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഓരോരോ ചിക്കനായിട്ട് ട്രൈ പാനിലേക്ക് വെച്ച് കൊടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ ആദ്യം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുവാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബോണുള്ള ചിക്കനാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ബോൺലെസ് വേണമെങ്കിലും ഉപയോഗിക്കാം. തിരിച്ചും മറിച്ചു വിട്ടിട്ട് നന്നായി ഫ്രൈ ആയതിനു ശേഷം വേണം നമ്മളിത് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ചിക്കനെല്ലാം ഇങ്ങനെ ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ ചിക്കനും ഇവിടെ ഫ്രൈ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. നമ്മൾ ചിക്കൻ പൊരിച്ച അതേ ബട്ടറിലിട്ടത് വേണം നമുക്ക് ഉള്ളിയും തക്കാളിയും കൂടിയിട്ട് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണമെല്ലാം മാറി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയിട്ടെടുക്കാം. എന്നിട്ട് അതിലേക്ക് 2 സവാള അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള എല്ലാം നല്ല മയന്ന് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. അതിലൊന്ന് മസാല എല്ലാം നന്നായി പിടിക്കുന്നത് വരെ നല്ലോണം ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് ഇളക്കി കൊടുക്കുക. അതിൽ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 3 തക്കാളി ചെറുതായി കട്ട് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. അതെല്ലാം വഴന്ന് വന്നതിന് ശേഷം വേണം നമുക്കിത് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം വഴന്ന് വന്നതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ടിട്ടൊന്ന് കറക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ അരച്ച ഉള്ളി തക്കാളി പേസ്റ്റെല്ലാം കൂടിയിട്ട് ഒരു ട്രൈ പാനിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ പൊരിച്ചതെടുത്തിട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. നമ്മളെ ചിക്കനെല്ലാം ഒന്ന് ഈ ഗ്രേവി ആയിട്ട് ഒന്ന് ടച്ചാകുന്നത് വരെ മൂടി വെച്ച് വേവിക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പ് ചെക്ക് ചെയ്തതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ ബട്ടർ ചിക്കനുള്ള ഇത് നന്നായി റെഡിയായി വരുന്നുണ്ട്. നമ്മൾ അതിൽ കുറച്ചും കൂടി ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡിയാകുന്നുണ്ട്.
നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഫ്രഷ് ക്രീം കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്രഷ് ക്രീം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് കസ്തൂരി മേത്തി കൂടി ഇട്ട് കൊടുക്കുക. നമ്മളെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില കൂടി മുകളിലിട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായി കാണും വരെ ഗുഡ് ബൈ.